സൂപ്പർമാൻ. അങ്ങനെ ഫൈനലി ഡിസിയുടെ ആദ്യത്തെ പ്രോജക്റ്റ് ജെയിംസ് ഗണ്ണിൻ്റെ ആദ്യത്തെ സിനിമ റിലീസായിട്ടുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എക്സ്പെക്റ്റഡ് സൂപ്പർമാൻ ഈസ് എ വെരി വെരി ഗുഡ് സിനിമ. അത് നിങ്ങളൊരിക്കലും സ്നൈഡർ വേഴ്സുമായിട്ട് കമ്പയർ ചെയ്യരുത്. സ്നൈഡറിൻ്റെ സൂപ്പർമാനേ അല്ല ഇത്. ഇത് പകലാണെങ്കിൽ അത് രാത്രിയാണ്. അമ്മാതിരി ഡിഫറൻസ് ഉണ്ട്. രാത്രിയും പകലും പോലെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടത് ഡിസിയുടെ വേറൊരു ഫേസ് ആണെന്നുണ്ടെങ്കിൽ, ഇത് പക്ക ഒരു കോമിക് വായിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്, ആ ഒരു ഫീലാണ് ഈ സിനിമ കാണുമ്പം നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ സിനിമ കാണുന്നതിന് മുമ്പ് പലരും സിനിമ അനൗൺസ് ചെയ്ത കാലം തൊട്ട് പറയുന്നതാണ് ഹെൻറി കാവിൽ ചെയ്ത പോലെ വേറെ ആർക്കും ഇനി സൂപ്പർമാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് അങ്ങനെയൊന്നും അല്ല എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർമാനും ക്ലാർക്ക് കെന്റും രണ്ടും ഡിഫറെൻറ്റ് പേഴ്സൺ ആണ് എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ നമുക്കത് ഓരോ ഫ്രെയിമിൽ നിന്ന് മനസ്സിലാകും എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ഹെൻറി കാവിലിന് ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. അതായത് ഹെൻറി കാവിൽ സൂപ്പർമാൻ അല്ല ക്ലാർക്ക് കെൻ്റായിട്ട് വന്നു നിൽക്കുമ്പോഴും നമുക്ക് ഒരു എന്തോ ഒരു എങ്ങനെയാണ് അത് പറഞ്ഞു തരേണ്ടത്, ആ ഒരു ഡിഫറെൻറ്റ് ഫീലില്ല. ഇത് ഇപ്പോൾ അപ്പിയറൻസിലാണെങ്കിലും സൗണ്ട് മോഡുലേഷനിലാണെങ്കിലും ആ ഒരു ക്യാരക്ടറിലാണെങ്കിലും എല്ലാം ഭയങ്കര വ്യത്യാസമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ സൂപ്പർമാനെ വെരി ഹ്യൂമനായിട്ടാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഇതൊരു ഭയങ്കര ഗോഡ്ലി ക്യാരക്ടറാണ് അങ്ങനെയൊന്നുമല്ല. വെരി ഹ്യൂമൻ, അതായത് ഒരു സാധാരണക്കാരൻ ആയിട്ട്. അതിപ്പോൾ ക്ലാർക്ക് കെന്റ് എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് കാണുമ്പം ഇത് സൂപ്പർമാൻ അല്ല എന്ന് നമുക്ക് തോന്നും. അമ്മാതിരി ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ സിനിമ കണ്ടപ്പം ഇതൊരു കൊച്ചു ജസ്റ്റിസ് ലീഗ് സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് സൂപ്പർമാൻ മാത്രമല്ല, അതിനകത്ത് ഹോഗേൾ ഉണ്ട്, ഗൈ ഗാർണർ ഉണ്ട്, മിസ്റ്റർ ടെറിഫിക് ഉണ്ട്. അപ്പം ആ ക്യാരക്ടേഴ്സിനെ എല്ലാം ഈ ഒരു സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും അപ്പം ഇത്രയും വലിയൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ക്രിപ്റ്റോ ഉണ്ട്. ക്രിപ്റ്റോയ്ക്ക് ഈ സിനിമയിൽ ഭയങ്കര ഒരു റോളുണ്ടെന്ന്. ക്രിപ്റ്റോ സൂപ്പർമാൻ്റെ കൂടെ തന്നെ നിൽക്കാൻ ഒരു സൈഡ് കിക്കായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ആക്ച്വലി ക്രിപ്റ്റോ സൂപ്പർമാൻ്റെ ഡോഗായിട്ടല്ല ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ സൂപ്പർമാൻ്റെ കൂടെ ആണെങ്കിലും അത് സൂപ്പർമാൻ്റെ അല്ല ഡോഗ്, അത് കാണിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് 2 ക്രെഡിറ്റ് സീൻ, ഒരു കാര്യമില്ലാണ്ട് തോൽവി 2 ക്രെഡിറ്റ് സീനാണ്. ഇനി വരാൻ പോകുന്ന സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര സർപ്രൈസിങ് എലമെൻറ്റ്സോ സസ്പെൻസോ ഒന്നുമില്ലാതെ വെറുതെ ശോകം പിടിച്ച 2, അതായത് ആ 2 സീനും കൂടെ അല്ലാണ്ട് സിനിമയ്ക്കകത്ത് ഇട്ടിരുന്നായിരുന്നു വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് തോന്നിയ 2 സീൻ എടുത്തിട്ടാണ് ക്രെഡിറ്റ് സീനായിട്ട് വെച്ചിരിക്കുന്നത്. ഒരു കാര്യമില്ലാത്ത 2 ക്രെഡിറ്റ് സീൻ. പിന്നെ എനിക്ക് തോന്നിയത്, എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നാൾ കണ്ടിട്ടുള്ള സിനിമകളിൽ, ഇപ്പം സീരീസുകളിൽ ഞാൻ പറയാം, സിനിമകളിൽ ഇപ്പം ഈ പറയുന്നത് പോലെ സ്നൈഡറിൻ്റെ സിനിമയിലായാലും ലൂയിസ് ലെയ്ൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു ഭയങ്കര ഒരു ഹീറോയിൻ ലെവൽ, ഒരു ബോൾഡ് ക്യാരക്ടറായിട്ടൊന്നും അല്ല. അതായത് കോമിക്സിലെ പോലെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലായിരുന്നു ആ ഒരു സിനിമയിലൊന്നും. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള സിനിമയിൽ കുറച്ച് സീനുകൾ മാത്രം ഇങ്ങനെ ആ ഒരു സൂപ്പർമാൻ റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സൂപ്പർമാനെ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഈ ഹീറോയിന് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ലൂയിസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ളത് അതങ്ങനെയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ ലെക്സ് ലൂഥർ ദ വില്ലൻ, ഒരു രക്ഷയില്ല. നിക്കോളാസ് ഹോൾട്ട് ഒരു രക്ഷയില്ലാത്ത വില്ലൻ എന്ന് വെച്ചാൽ ഒരു രക്ഷ. നമുക്ക് ആ ഓരോ സീനിലും ആ ഒരു ലെക്സ് ലൂഥറിന് സൂപ്പർമാനോടുള്ള വെറുപ്പ് നമുക്ക് മനസ്സിലാവും. ഈവൻ ക്ലൈമാക്സിൽ വരെ പുള്ളി ഈ വേൾഡ് അല്ലെങ്കിൽ എർത്ത് തന്നെ ഇല്ലാണ്ടാക്കും സൂപ്പർമാനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ആ ഒരു ലെവലിൽ പോകുന്നൊരു ക്യാരക്ടറാണ് ലെക്സ് ലൂഥർ. ഇവർ തമ്മിൽ ഒരിക്കലും ചേരില്ല. ആ ഒരു ലെവലുള്ള ക്യാരക്ടർ, പുള്ളി അതിന് വേണ്ടി കാണിക്കുന്ന പരിപാടികൾ, അതൊക്കെ വേറെ ലെവലാണ്. എനിക്ക് ഈ സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഒറിജിൻ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് പല ക്യാരക്ടേഴ്സിനോട്. ഇപ്പം സൂപ്പർമാനോട് നമുക്കൊരു ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ക്യാരക്ടർ ആർക്ക് ഡെവലപ്പ് ചെയ്ത് വരണം. ഇതങ്ങനെയല്ല. ഇത് സിനിമ തുടങ്ങുന്നത് തന്നെ സൂപ്പർമാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്. ആ ഒരു സാധനത്തിലാണ് സിനിമ തുടങ്ങിപ്പോകുന്നത്. അപ്പോൾ സൂപ്പർമാൻ ഓൾറെഡി ഉണ്ട്. ഒരു സീക്വൽ സിനിമ, അതായത് നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാണ്ട് ഒരു സീക്വൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ഫീലാണ് ഈ സിനിമ കാണുമ്പം. ഇതിൻ്റെ ഒരു ഒറിജിൻ സിനിമയായിട്ട് ചെയ്തുവരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇപ്പം ഈ പറയുന്ന സ്നൈഡർ ചെയ്ത പോലത്തെ ആ ഒരു ഫീൽ കിട്ടിയാനേന്ന് എനിക്ക് തോന്നി. അതിന് അടുത്ത വരും സിനിമകളിൽ സൂപ്പർമാൻ്റെ ആ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ സൂപ്പർമാനെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പോർട്രേ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആർക്കൊക്കെ കാണിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കണക്ഷൻ കിട്ടും. ഈ ഒരു സിനിമയിൽ സൂപ്പർമാൻ ഇന്ന ആളാണ്, ക്ലാർക്ക് കെന്റ് ഇന്ന ആളാണ്, നമുക്ക് ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഇമോഷണൽ കണക്ഷൻ ഈ ഒരു ക്യാരക്ടറിനോട് കിട്ടുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് തോന്നി എന്നുള്ളതാണ്.
പിന്നെ എനിക്ക് തോന്നിയത് ചില സീൻസ്, ഇത് സിനിമ സ്റ്റോറിയായിട്ട് അല്ലാണ്ട് ചില സീൻസ്, ഒരു സീനിൽ നിന്ന് ഒരു സീനുള്ള ട്രാൻസിഷൻ സമയത്ത് ട്രാൻസിഷൻ ഫീൽ ചെയ്യുന്നില്ല. അതായത് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇതായിട്ട് അടുത്ത സീൻ വരുന്നൊരു ഫീലായിട്ട്. അതായത് ഒന്ന് ഒന്ന് ബ്ലെൻഡ് ആവാത്ത രീതിയിലുള്ള ട്രാൻസിഷൻ ഒന്ന് രണ്ടിടത്ത് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പേഴ്സണലി തോന്നിയതാണോ അറിയില്ല, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അതാണ് എനിക്ക് ഒരു ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയത്. പിന്നെ ഈ ഒരു ക്യാരക്ടറുമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കിട്ടിയില്ല എന്നുള്ളതും, അത് രണ്ടും ഒഴിച്ചാൽ സിനിമ വേറെ ലെവൽ. ചില ഫ്രെയിമൊക്കെ ഉണ്ട് ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൂപ്പർമാനും ലൂയിസും കൂടി ഇരിക്കുന്ന രാത്രിയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു സാധനം ഒരു സാധനമുണ്ടോ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനം നിങ്ങൾക്ക് ആ ഒരു സർപ്രൈസിങ് എലമെൻറ്റ്, അത് എന്ത് കളർ ഗ്രേഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സൂപ്പർമാനെ ചില സാധനങ്ങൾ കാണിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാൾപേപ്പറാക്കും. അമ്മാതിരി ഐറ്റം, അമ്മാതിരി കളർ ഗ്രേഡിങ് ആണെന്നുള്ളതാണ്. അമ്മാതിരി ഫ്രെയിംസ് ആണ് ചെയ്തു വെച്ചിട്ടുള്ളത് ജെയിംസ് ഗണ്ണ്. അതിൻ്റെ കാര്യത്തിലൊന്നും എടുത്തു പറയേണ്ടതാണ്, വേറെ ലെവലാണ്. പിന്നെ സൂപ്പർ ഗേളിനെ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പം നിങ്ങൾ സർപ്രൈസ് ആയാൽ മതി. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്പോയിലാകും, അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഈ സിനിമ കാണുന്നതിന് മുമ്പ് വിചാരിച്ചത് ഇതിൻ്റെ അവസാനം സൂപ്പർ ഗേളിൻ്റെ അടുത്ത സിനിമയുടെ എന്തെങ്കിലും ഒരു ക്ലിപ്പോ എന്തെങ്കിലും പരിപാടികൾ കാണിക്കുന്നതാണ്. പക്ഷേ ഒരു സാധനം കാണിച്ചിട്ടില്ല. മാർവൽ ലെവലല്ല ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു സിനിമയിലെ തന്നെ കുറച്ച് സീനുകളാണ് ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വെച്ച് കാണിച്ചിട്ടുള്ളത്. ക്രിപ്റ്റോ രക്ഷയില്ല കേട്ടാ. ക്രിപ്റ്റോ വേറെ ലെവൽ ഡോഗാണ്. അത് ഒരു രക്ഷയില്ല. അത് സാധനങ്ങൾ കുറേ ഫണ്ണി എലമെൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മളൊരിക്കലും ഒരു കോമഡിക്ക് വേണ്ടി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാണ്ട് കുറേ സാധനങ്ങൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളതും. നിങ്ങൾ കോമിക്ക് വായിച്ചിട്ടുള്ള അല്ലെങ്കിലും DCയെ പറ്റി കൂടുതൽ അറിയാവുന്നവർക്ക് ലെക്സ് ലൂതർ സൂപ്പർമാനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് കാണിച്ചിട്ടുള്ള കുറേ അധികം പരിപാടികളുണ്ട്. അതിനകത്തെ ചെറിയ ചില എലമെൻറ്റ്സ് ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത്രയും ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. ഇതുവരെ ഞാൻ ഈ സിനിമയെ പറ്റിയിട്ട് സ്റ്റോറിനകത്തൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നിങ്ങൾ കാണുക, കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇനി മറ്റേ സ്നൈഡർ വേഴ്സസ് സ്നൈഡർ ഫാൻസ് വന്നിട്ട് അതുപോലെ ആയില്ല ഇതുപോലെ ആയില്ല ഒന്നും പറയാൻ നിൽക്കരുത്. ഇതും അതും തമ്മിൽ ഞാൻ പറഞ്ഞ പോലെ രാത്രിയും പകലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് സൂപ്പർമാൻ.